യസ്ര അധ്യായം 9. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. മൂപ്പന്മാർ എൻ്റെ അടുക്കൽ വന്നു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപെടാതെ കനാന്യർ, ഹിത്യർ, പെരിസ്യർ, യബൂസ്യർ, അമ്മോന്യർ, മോവാബ്യർ, മെസ്രേന്യർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വരുന്നു. അവരുടെ പുത്രിമാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രിമാർക്കും ഭാര്യമാരായി എടുത്തതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നുപോയി. മൂപ്പന്മാരുടെയും ലേവ്യരുടെയും കൈ തന്നെ ഈ അധർമ്മത്തിൽ ഒന്നാമതായിരിക്കുന്നു എന്നും പറഞ്ഞു. ഈ വാർത്ത ഞാൻ കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ചു നിശ്ചലനായിരുന്നു പോയി. പ്രവാസികളുടെ അകൃത്യം നിമിത്തം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ താല്പര്യമുള്ളവരെല്ലാം എൻ്റെ അടുക്കൽ വന്നുകൂടി. ഞാൻ 9-ാം മണി വരെ നിശ്ചലനായിരുന്നു. 9-ാം മണി സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ടെഴുന്നേറ്റു. കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ കർത്താവിങ്കലേക്ക് കൈമലർത്തി പറഞ്ഞത്: ഞങ്ങളുടെ ദൈവമേ, എൻ്റെ മുഖം ഞങ്ങളുടെ ദൈവമായ നിങ്കലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ മഹാപാപങ്ങൾ ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നുള്ളതുപോലെ വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ ദാസ്യാവസ്ഥയിൽ ഞങ്ങൾക്കല്പം ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങൾ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് ഒരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കൃപ കാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ദാസന്മാരാകുന്നു എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുകയും അതിൻ്റെ ശൂന്യാവസ്ഥ നന്നാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദയിലും യെരൂശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാഴ്സി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുമാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, ഇതിന് ഞങ്ങൾ എന്തുപകാരം ചെയ്യേണ്ടു? നിങ്ങൾ കൈവശപ്പെടുത്തുവാൻ ചെല്ലുന്ന ദേശനിവാസികളുടെ മലിനതയാലും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ നിറച്ചിരിക്കുന്ന മ്ലേച്ഛതയാലും അവരുടെ അശുദ്ധിയാലും മലിനപ്പെട്ടിരിക്കുന്ന ദേശമത്രേ. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിൻ്റെ ഗുണം അനുഭവിച്ച് അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വയ്ക്കുവാൻ നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കെടുക്കാതെയും അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണം എന്നിങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും
മഹാപാതകവും നിമിത്തം ഇതെല്ലാം ഞങ്ങളുടെ മേൽ വന്ന ശേഷം ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങൾക്ക് പ്രകാരം ഒരു ശേഷിപ്പിനെ തന്നിരിക്കെ ഞങ്ങൾ നിന്റെ കൽപ്പനകൾ വീണ്ടും ലംഘിക്കുകയും ഈ മ്ലേച്ഛത ചെയ്യുന്ന ജാതികളോട് സംബന്ധം കൂടുകയും ചെയ്യുമോ? ഇല്ലാതെ നീ ഞങ്ങളെ നശിപ്പിക്കും വരെ ഞങ്ങളോട് കോപിക്കുകയില്ലയോ? ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങ് നീതിമാൻ. ഞങ്ങളോ ഇന്നുള്ളതുപോലെ തെറ്റിയൊഴിഞ്ഞ ഒരു ശേഷിപ്പത്രേ. ഞങ്ങളുടെ പാപങ്ങളോ ഇതാ ഞങ്ങൾ നിന്റെ മുമ്പാകെ നിന്ന് ഏറ്റുപറയുന്നു. അതല്ലാതെ നിന്റെ മുമ്പാകെ പറയുവാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.